ഒരു മുഖവുരയോടെ ഈ വീഡിയോ തുടങ്ങാം. ഈ വീഡിയോ കാണുമ്പോൾ ആരും ആശ്ചര്യപ്പെടേണ്ടതില്ല. വോട്ടവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ചില അഭിപ്രായങ്ങൾ, തോന്നിയ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ബീഹാർ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുന്നത്. ആദ്യം ഒരു ചോദ്യത്തോടുകൂടി തുടങ്ങാം. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മികവിലെത്തിക്കാൻ ഏറ്റവും അധികം അധ്വാനിക്കുന്ന രാഷ്ട്രീയ നേതാവ് ആര്? ഒരുപക്ഷെ ശാരീരികമായിട്ട് ഏറ്റവും അധികം അധ്വാനിക്കുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്നതിന് നമുക്ക് അധികം ഉത്തരങ്ങളില്ലല്ലോ. രാഹുൽ ഗാന്ധി എന്ന് മാത്രമായിരിക്കും ഉത്തരം. എത്രയധികം കിലോമീറ്ററുകളാണ്, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അദ്ദേഹം താണ്ടി, ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂട്ടി. ഈ ജനസഞ്ചയമൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതും, ആളുകൾ ഇത് കാണുന്നവർ കരുതും ഈ ഇലക്ഷൻ തൂത്തുവരുമെന്ന്. പക്ഷേ റിസൾട്ടിലേക്ക് വരുമ്പോൾ ദയനീയമായിട്ട് പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ലോക്സഭാ ഇലക്ഷൻ ഒഴികെ അവിടെ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നതിലൊഴികെ ബാക്കിയുള്ളതിലെല്ലാം ദയനീയമായി പരാജയപ്പെടുന്നു. അവിടെ ഇലക്ഷൻ കമ്മീഷനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ച ഏറ്റവും മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനമാണിത് എന്നതിൽ സംശയമില്ലല്ലോ. പക്ഷേ ഈ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ആളുകളെ ഒന്നിപ്പിച്ച ഉന്നതമായ ഒരു ആദർശമുണ്ട്. ദേശീയത എന്ന വികാരമായിരുന്നു. ആ ദേശീയത എന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഈ പാർട്ടിയുടെ ആശയത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കവർന്നെടുത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ അത് അവർ തീവ്രമായിട്ട് അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഉല്ലംഘിക്കുന്ന മറ്റൊരു ആശയമില്ലാതെ ഇനി ഈ രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പോട്ട് പോവുക അസാധ്യം എന്ന രീതി വന്നിരിക്കുന്നു. മതനിരപേക്ഷ എന്ന് പറയുന്ന ആശയമൊക്കെ പക്ഷേ എതിരാളികൾക്ക് പകരം വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദക്ഷിണേന്ത്യയിൽ ഒഴികെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഫലവത്താകില്ല. ഇടതുപക്ഷ ആശയങ്ങളും സാമൂഹിക വിപ്ലവങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ആശയം മുമ്പോട്ട് വെക്കാമെന്ന് കരുതിയാൽ അതൊന്നും ഇന്ത്യയിൽ നിന്ന് ചിലവാകില്ല എന്നതിൻ്റെ തെളിവാണ് ഇടതുപക്ഷ പാർട്ടികളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോകുന്നത്. ഒരു നെഹ്റുവിൻ ആശയമുണ്ടായിരുന്നു. ഇടതുപക്ഷ ചിന്തയോട് ചേർന്നിട്ടുള്ള ദേശീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നെഹ്റുവിൻ ആശയത്തിലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി മുമ്പോട്ട് പോയിരുന്നത്. പക്ഷേ ഈ ആശയത്തിന് ഇന്ന് പ്രസക്തിയില്ലാതെ പോയിരിക്കുന്നു, അത് ചിലവാകാതെ പോയിരിക്കും. കാരണം അതിദേശീയത എന്ന് പറയുന്ന ഒരു വികാരത്തെ എതിർകക്ഷി ഏറ്റെടുക്കുകയും അതിനെ മതവുമായിട്ട് ബന്ധിപ്പിച്ച്, തീവ്ര മതചിന്തയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ അതിനെ ഉല്ലംഘിക്കാൻ മറ്റൊരു ദേശീയ ആശയം കൊണ്ട് സാധ്യമല്ലാതെ പോകും. അതിനെ ഉല്ലംഘിക്കാൻ മതനിരപേക്ഷതയുടെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്തയുടെയോ ആശയങ്ങൾക്ക് സാധ്യമല്ലാതെ പോകും. പക്ഷേ ഈ ആശയത്തിന്, തീവ്ര മതചിന്തയുടെ ആശയത്തിന് ഒരുപാട് കാലം മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നതാണ്. അതിന് കുറച്ച് ആയുസേ ഉള്ളൂ. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇതിനെയെല്ലാം ഉല്ലംഘിക്കുന്ന ഒരു മഹത്തായ മറ്റൊരാശയം അത് മുമ്പോട്ട് വയ്ക്കാൻ ഈ പാർട്ടിക്ക്, അതെന്തെന്ന് കണ്ടെത്താൻ പാർട്ടിക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ശരിക്കും ഒരുപാട് ആളുകളെ കൂടെ കൂട്ടാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഇതാണ്. എതിരാളികൾ അവരനുവർത്തിക്കുന്ന ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പിലെ ഒരു ചാണക്യ തന്ത്രമാണ്. ആ തന്ത്രം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ തന്ത്രമാണ്. ഭിന്നിപ്പിക്കുക, വോട്ടുകൾ ചിതറിക്കുക, അങ്ങനെ ജയിക്കുക. അപ്പോൾ പല ആളുകളെ, പല പാർട്ടികളെ മത്സരിപ്പിച്ച് വോട്ടുകൾ ചിതറിക്കുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്യുന്ന എന്ന തന്ത്രം, ഈ തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എതിരാളികൾ മനോഹരമായിട്ട് വിജയിച്ചു കയറുകയും ചെയ്യുന്നു. ഒരു കാലത്ത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അത് തളർച്ചയിലേക്ക് പോയപ്പോൾ സോണിയാഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ കോയലീഷൻ, എല്ലാവരെയും കൂടെ ഒന്നിച്ച് പല പാർട്ടികളെ ഒന്നിച്ച് ചേർത്തിട്ട് വീണ്ടും അവർ തിരിച്ചു വന്നതാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെ ഒരു ശ്രമം ഇല്ലാതെ പോകുന്നു എന്നുള്ള. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നത് 2016 ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവിടെ കണ്ടിരുന്നതാണ്. ഹിന്ദി സംസാരിക്കുന്ന യുവജനങ്ങളുടെ ഇടയ്ക്ക് അമിതമായ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവരുടെ പല കാറുകളുടെയൊക്കെ പുറകിൽ 3 പേരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആരുടെയൊക്കെയാണെന്ന് അറിയണ്ടേ? 1 രാഹുൽ ഗാന്ധി, 2 ജ്യോതിരാദിത്യ സിന്ധ്യ, 3 സച്ചിൻ പൈലറ്റ്. ഈ യുവ നേതാക്കളിലാണ് ഇന്ത്യയുടെ ഭാവി എന്ന് കരുതിയിരുന്ന ഉത്തരേന്ത്യൻ യുവജനങ്ങളുണ്ടായിരുന്നു. ദയനീയമായിട്ട് അത് പരാജയപ്പെട്ടു. ഈ യുവ നേതാക്കളെ, ഈ 2 യുവ നേതാക്കളെ, ഉത്തരേന്ത്യയുടെ ഹൃദയഭൂമിയിൽ സ്വാധീനമുള്ള യുവ നേതാക്കളെ കൂടെ നിർത്താൻ പറ്റിയില്ല. അവര് ചിതറിച്ചു കളഞ്ഞു, അവരെ നശിപ്പിച്ചു കളഞ്ഞു, അവർക്ക് സ്വാധീനമില്ലാതാക്കി കളഞ്ഞു. അങ്ങനെ വോട്ടുകൾ അവിടെ ചിതറി
ജ്യോതിരാദിത്യ സിന്ധ്യയും സച്ചിനും ഒക്കെ അവിടെ അപ്രസക്തമാകുന്ന രീതിയിലേക്ക് പോയി ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ കടുത്ത അമർഷം പടർന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോക്കൂ, ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് മുമ്പിൽ നിന്ന ആളായിരുന്നു, ഓർക്കണം, നിതീഷ് കുമാർ എന്ന് പറയുന്ന ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രിയാകുന്നയാൾ. അദ്ദേഹത്തെ പോലും കൂടെ കൂട്ടം നിർത്താൻ പറ്റില്ല. അവസാനം അദ്ദേഹത്തോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷൻ്റെ കാലത്തൊക്കെ ഇതൊക്കെ ഒരു ഇതിന് ഒക്കെ പകരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു മത്സരത്തിൽ പോകുമ്പോൾ മത്സരത്തിൻ്റെ റഫറിയെ കുറ്റപ്പെടുത്തുന്നത് എത്രമാത്രം പ്രയോജനകരമായിരിക്കും. അതിലൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ കാണുന്നതാണ്, കാര്യങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ശാസ്ത്രീയമായിട്ട് തന്നെ അത് പറയുന്നു. പക്ഷേ അതൊന്നും അധികം ആൾക്കാർ ഏറ്റെടുക്കുന്നില്ല. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള തന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോട്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരികയും മികവ് പുലർത്തുകയും ചെയ്യുക എന്നുള്ളതല്ലേ ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം. Subscribe now and press the bell icon. Never miss an update.